ആദ്യവില തട്ടിപ്പിൽ അന്വേഷണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇരകൾക്ക് പണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ വിവിധ ജില്ലകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടവരും പൊതുപ്രവർത്തകരും പങ്കുചേർന്നു. മാർച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ മുന്നിൽ പോലീസ് തടഞ്ഞു. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി ബേസിൽ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. CBI പോലുള്ള പ്രത്യേക അന്വേഷണ ഏജൻസി കേസേറ്റെടുത്ത അന്വേഷണം നടത്തണമെന്നും അക്കൗണ്ടുകൾ പരിശോധിച്ച് പണം എങ്ങോട്ട് പോയെന്ന് കണ്ടെത്തണമെന്നും അനന്തു കൃഷ്ണന്റെ കുടുംബാംഗങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഗുണ്ടകളെ പോലെ ഞങ്ങൾ ചീറി വരികയാണ് ഉണ്ടായത്. ഞാൻ സൂചിപ്പിച്ചത് വിവിധ ഘട്ടങ്ങളിലായി ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. അനന്തു കൃഷ്ണന്റെ സഹോദരി ഭർത്താവടക്കം ഇതിൽ കണ്ണികളാണ്. എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് ആ അന്വേഷണം പോകാൻ കഴിയാത്തത്? അനന്തകൃഷ്ണൻ സഹോദരി അതിനുശേഷം പത്രമാധ്യമങ്ങളെ കണ്ടു. ആക്ഷൻ കൗൺസിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധം ഉയർത്തി. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ പ്രതിഷേധ മാർച്ചോട് ആവശ്യപ്പെടുന്നു, കഴിഞ്ഞ 4-5 വർഷത്തെ ഈ അനന്തകൃഷ്ണന്റെ സഹോദരിയുടെയും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. മാർച്ചിന് PA സുധീർ, ലിസി ബാബു, അനു ഇടവെട്ടി, മനോജ് കൊക്കാട്ട്, ബ്ലേസ് G വാഴയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, തൊടുപുഴ.